മഖാം ഇബ്രാഹിമിന്റെ അടുക്കൽ നിങ്ങൾ നിസ്കരിക്കണമെന്ന് ഖുർആൻ കൽപ്പിക്കുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ബീവി സാറയുടെയും ബീവി ഹാജറിന്റെയും മറ്റ് മഹാന്മാരായ നിരവധി അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളുടെയും കേന്ദ്രമായ പരിശുദ്ധ മക്ക, അതിന്റെ മഹത്വം പറഞ്ഞാൽ അവസാനിക്കുകയില്ല. അതുപോലെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറ പോയ മദീന, അതിന്റെ മഹത്വവും പറഞ്ഞാൽ അവസാനിക്കുകയില്ല. പ്രിയപ്പെട്ട യുവാക്കളെ, സുഹൃത്തുക്കളെ, മഹത്വം അവിടെ കഅബ നിൽക്കുന്ന സ്ഥലത്ത് മാത്രമല്ല, റൗള ശരീഫ് നിൽക്കുന്ന സ്ഥലത്ത് മാത്രമല്ല, അതിന്റെ ചുറ്റുഭാഗത്ത് മുഴുവനും നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. അങ്ങനെ ഞാൻ പറഞ്ഞുവല്ലോ, മക്കയിലും മദീനയിലും താമസിക്കലാണോ ഉത്തമം, അതല്ല പോകലാണോ പോയി വരലാണോ ഉത്തമം എന്ന ചർച്ചയിൽ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരാൾ മക്കയിലും മദീനയിലും താമസിക്കുന്നതിനാൽ അതിനോടുള്ള ഹുർമത്ത് കുറഞ്ഞു പോകുമെന്ന് കണ്ടാൽ അവൻ അവിടെ താമസിക്കാതിരിക്കലാണ് നല്ലത്. അല്ല, അതിനോടുള്ള ഹുർമത്ത് എന്നും നിലനിൽക്കുന്നതായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ താമസിക്കലാണ് നല്ലത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഈ പരിശുദ്ധമായ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഹോട്ടലുകളും റോഡുകളും കാറും ലോറിയും ബസ്സും കാണുമ്പോൾ അതുപോലെ തന്നെയാണെന്ന് മനസ്സിലാക്കാതെ പരിശുദ്ധ കഅബ കൊണ്ടാണ്, പരിശുദ്ധ മദീന കൊണ്ടാണ് ഈ രാജ്യത്തിന് ഇത്രയും വലിയ നേട്ടമുണ്ടായതെന്ന് മനസ്സിലാക്കുകയും ഈ ഹുർമത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉണ്ടാവുകയും ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഇത്രയും വലിയ ജനാവലി, 2000-ന്റെ മേലെ ആളുകൾ ഇവിടെ വന്ന് നോമ്പ് തുറന്നു. അൽഹംദുലില്ലാഹ്, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്ത് 4 ദിവസം കൊണ്ട് നിങ്ങളെ എല്ലാവരെയും വിളിച്ചു വരുത്തി ഇവിടെ നോമ്പുതുറ നടത്തി. ശൈഖന്മാർക്കും നോമ്പുതുറ നടത്തി, എല്ലാവർക്കും നോമ്പുതുറ നടത്തി. ഇത് അല്ലാഹുവിന്റെ ഒരു മഹദായ ഫളിലാണ്. ഈ രാജ്യത്ത് നമുക്കിങ്ങനെ ഒരുമിച്ച് കൂടാനും നമുക്ക് നിങ്ങളോട് സംസാരിക്കാനും എന്ന് മാത്രമല്ല, സൗദിയിലെ ഒരംഗമായി നിന്നെ ഞങ്ങൾ കണക്കാക്കുന്നു എന്ന് എന്നോട് പറയാനും എല്ലാം കാരണമായത് അർഹമുർ-റഹീമായ അല്ലാഹുവിന്റെ നിഅമത്താണ് എന്ന് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ എന്നോട് പലരും അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം സലാം പറഞ്ഞു, ഉസ്താദെ എന്തൊക്കെ റാഹത്ത് തന്നെയല്ലേ എന്ന് ചോദിക്കും. മുഅ്മിനീങ്ങളാണ്, നമ്മളെ വലിയ മുഹിബ്ബീങ്ങളായ ആളുകൾ, ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ആളുകൾ, ഒരു പ്രാവശ്യം കണ്ടാൽ തരക്കേടില്ലെന്ന് ആഗ്രഹിക്കുന്നവർ, കാണാതെ ദുആ ചെയ്യുന്നവർ. ചില ആളുകളൊക്കെ എന്നെ കാണുമ്പോൾ, ഉസ്താദെ 25 കൊല്ലമായി ഉസ്താദിന്റെ കൈയൊന്ന് പിടിക്കാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യാറുണ്ട്, ഞങ്ങൾ ഖുർആൻ ഓതി ദുആ ചെയ്യാറുണ്ട് എന്നൊക്കെ പറയുന്ന എത്രയോ 10,000 ലക്ഷങ്ങൾ ഈ മുഅ്മിനീങ്ങളായ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹവും ദുആയും അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ മഹബ്ബത്താണ് നമ്മുടെ മഹബ്ബത്ത്, ഈ മഹബ്ബത്താണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങൾ തമ്മിൽ ഒരിക്കലും ചീത്ത പറയാൻ പാടില്ല, ആരെയും ആക്ഷേപിക്കാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല. അതല്ലേ പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്, അതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അക്രമുന്നാസി ഇൻദല്ലാഹി അഹ്സനുഹും അഖ്ലാഖാ. അക്രമുന്നാസി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും അക്രമ്, അഹ്സനുഹും അഖ്ലാഖാ, നിങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവി ആരാണോ അവനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന ഒരുമിച്ച് കൂടൽ കൊണ്ട് നമ്മൾ പഠിക്കേണ്ടത്
നമ്മുടെ സൽ സ്വഭാവമാണ്. പരിശുദ്ധ റമളാനിനെ അല്ലാഹു തആല വെച്ചിട്ടുള്ളത് പാവപ്പെട്ടവരുടെ വിശപ്പും കഷ്ടപ്പാടും ധനികന്മാര് കൂടി അറിയണം. ഇതൊരു ലക്ഷ്യമാണ്. മറ്റൊരു ലക്ഷ്യം അതുകൊണ്ട് എല്ലാ ആളുകളും നല്ലപോലെ ഓർമ്മയിൽ വെച്ച് പരിശുദ്ധ റമളാൻ ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധ ഖുർആൻ അവതരിച്ചതായ മാസം. എന്താണ് ഖുർആൻ? ഒന്നും പറയാൻ സമയമല്ല. ഹുവൽ ഖുർആൻ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എനിക്ക് നൽകപ്പെട്ടത് ഖുർആനാണ്. ഖുർആൻ ഖിയാമത്ത് നാൾ വരെ യാതൊരു മാറ്റവുമില്ലാതെ, വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാതെ, ശബ്ദത്തിന് വ്യത്യാസമില്ലാതെ, ശൈലിയിൽ വ്യത്യാസമില്ലാതെ, അർത്ഥത്തിന് വ്യത്യാസമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കാത്തു സൂക്ഷിക്കും. അതാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ ഓതാൻ നിങ്ങളൊക്കെ ഉത്സാഹിക്കണം. എല്ലാവരും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ഖുർആൻ ഓതുക. ജോലിക്കാരായിരിക്കുമല്ലോ, ജോലിക്കാർ വന്ന് വളരെ ബുദ്ധിമുട്ടി 12 മണിക്ക് 1 മണിക്കൊക്കെ വന്ന് ഇശാ നിസ്കരിച്ച് തറാവീഹ് നിസ്കരിച്ച് കഴിയുമ്പോ ഏകദേശം സുബഹി ആവാറാവും. എന്നാലും പകൽ സമയത്ത് ഓതാൻ കഴിയാത്തവർ രാത്രി ഒരല്പസമയം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. ഇല്ലെങ്കിൽ പകൽ പാരായണം ചെയ്യണം. ഖുർആൻ നമ്മൾക്ക് സാക്ഷിയാവും. ആഖിറത്തിൽ ചെല്ലുന്ന സമയത്ത് പരിശുദ്ധ ഖുർആനും റമളാനും നമുക്ക് സാക്ഷിയാവും കേട്ടോ. ഖുർആൻ ഓതുക, റമളാൻ നോമ്പ് വെൽക്കുക, നല്ല ദിക്ർ ചെല്ലുക, സ്വലാത്ത് ചെല്ലുക, ഗീബത്തും നമീമത്തും ഫസാദും പറയാതിരിക്കുക. അത് നോമ്പിനും പാടില്ല, ഒരിക്കലും പാടില്ല. നമ്മൾ കേൾക്കാത്ത എന്തെല്ലാം വിഷയങ്ങൾ ആളുകൾ വന്നിങ്ങനെ പറയും. ഇപ്പൊ മർക്കസ് തഖാഫത്ത് ശനിയെ സംബന്ധിച്ച് ഇനി ഞാൻ നിങ്ങളെ കേൾപ്പിക്കേണ്ടതില്ല. 1978 മുതൽ ഞങ്ങൾ ഭൂമി വാങ്ങാൻ തുടങ്ങി. 10, 200, 250ഓളം ഏക്കർ സ്ഥലം മർക്കസിന്റെ കീഴിലുണ്ട്. അവിടെയുള്ള കെട്ടിടങ്ങളുണ്ട്. ഇനിയും കെട്ടിടങ്ങൾ ആവശ്യമുണ്ട്. ഇതെല്ലാം മർക്കസിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി എന്ന നിലക്കാണ് ആധാരം എഴുതിയിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. നാളെ അടുത്ത ദിവസം ഒരാളിനോട് ഓടി വന്നിട്ട് പറയുന്നു, ഉസ്താദേ, മർക്കത്തിന്റെ ഭൂമി മുഴുവനും ഉസ്താദിന്റെ പേരിലാണ് എന്ന് എന്നെ പറഞ്ഞു ധരിപ്പിച്ച് വിശ്വസിപ്പിച്ച് ഞാനത് വിശ്വസിച്ചു പോയി. എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് ഞാൻ പറഞ്ഞ് എന്റെ പേരിൽ തന്നെയാണ്. ഇങ്ങനെ മർക്കസു തഖാഫത്ത് സുന്നിയയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ സയ്യിദ് അബ്ദുൽ ഖാദിർ അഹ്ദൽ തങ്ങളുടെയും അതിന്റെ ജനറൽ സെക്രട്ടറി എന്ന പേരിൽ AP അബൂബക്കർ മുസ്ലിയാരുടെയും പേരിൽ മർക്കസിന് വേണ്ടി ഞങ്ങൾ തീരു തന്നു എന്ന് കാണും. അപ്പൊ പ്രസിഡന്റ് സെക്രട്ടറിന്റെ പേര് വേണമെന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ നിയമമായതുകൊണ്ട് എന്റെ പേരവിടെ ഉണ്ട്. അതാണെങ്കിൽ ശരിയാണ്. അല്ല, എനിക്ക് അധികാരപ്പെടുത്തിക്കൊണ്ടാണ് എങ്കിൽ ഒരിക്കലും ശരിയല്ല. 1 ഇഞ്ച് സ്ഥലം പോലും ഞാൻ മർക്കസിൻ്റെത് എന്റെ പേരിൽ വാങ്ങിയിട്ടില്ല. ഒരു 10 പൈസ പോലും ഈ കഴിഞ്ഞ 35 കൊല്ലത്തിന്റെ ഇടയിൽ കോടികൾ ഞാൻ പിരിച്ചിട്ടുണ്ടെങ്കിലും ഒരു 10 പൈസ പോലും ഞാനതിന് കമ്മീഷൻ എടുത്തിട്ടില്ല. അല്ലാഹു തആല എന്റെ ജീവിതം അല്ലാത്ത നിലക്ക് തന്നെ വളരെ ഭംഗിയായി കാണിച്ചു തരികയും നയിക്കുകയും ചെയ്യും. അതാണ് അല്ലാഹുവിന്റെ സുന്നത്ത്.
അപ്പൊ അതുകൊണ്ട് മനുഷ്യനെ വഴിവേൽപ്പിക്കാൻ പലതും പറയുന്ന ആളുകളുണ്ട്. അതൊന്നും കേട്ടുപോകാതെ സത്യത്തിനു വേണ്ടി നാം പ്രവർത്തിക്കുകയും സത്യത്തിനു വേണ്ടി അധ്വാനിക്കുകയും അള്ളാഹുവിലേക്ക് കഴിയുന്ന അത്ര അടുത്ത് തഖ്വ ചെയ്ത് മടങ്ങുകയും ചെയ്യുക. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം, അല്ലാഹുവിനെ പേടിക്കണം. വഖൂലു, നിങ്ങൾ പറയണം, ഖൗലൻ സദീദൻ, നേരെയുള്ള ചൊവ്വായ സത്യമായ വാക്ക് മാത്രം നിങ്ങൾ പറയണം. എന്നാൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമലുകളൊക്കെ അല്ലാഹു തആല നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ ദോഷങ്ങളെ അല്ലാഹു തആല പുറത്തു തരികയും ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഖൂലു ഖൗലൻ സദീദാ, നിങ്ങൾ നേരെയുള്ള വാക്ക് പറയണം, ചൊവ്വായ വാക്ക് പറയണം, സത്യമായ വാക്ക് പറയണം, ആവശ്യമുള്ളത് മാത്രം പറയണം. അതാണ് പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. ആകയാൽ അങ്ങനെയുള്ള വാക്കുകൾ പറയുന്ന മുത്തഖീങ്ങളായ ജനങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തി തരട്ടെ. നിങ്ങളെല്ലാവരും ദ്വാരക്കണം, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചില ആളുകൾ പറയും, ഞങ്ങളെ വയസ്സിൽ നിന്ന് 1, 2, 5 വയസ്സ് എടുത്തിട്ടാലും ഉസ്താദിന് വയസ്സ് തരാൻ വേണ്ടി ഞാൻ ദ്വാരക്കും. ഞാൻ പറയാം, ഒന്നും വേണ്ട, അള്ളാഹു തആലക്ക് അല്ലാതെ തന്നെ കഴിവുണ്ടല്ലോ, നിങ്ങൾ വയസ്സെടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ എന്നാലും ഈ സാധുക്കൾ അവരെ മഹബത്ത് കൊണ്ട് പറയുകയാണ്, അവരുടെ ഹുബ്ബ് കൊണ്ട് പറയുകയാണ്. ഞാൻ പറയും, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ആയുസ്സിനെ നീട്ടിത്തരുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എത്ര ആളുകൾ മരണപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങൾ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. ബഹുമാനപ്പെട്ട എം.എ. അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീദ് ഓക്കെ സൈനുദ്ദീൻകുട്ടി ഉസ്താദ് നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയി. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദിർ അഹ്ദൽ തങ്ങൾ പിരിഞ്ഞുപോയി. സയ്യിദ് താഹിറുൽ അഹ്ദൽ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞുപോയി. ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ശിഹാബ് തങ്ങൾ നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞു പോയി. അങ്ങനെ തുടങ്ങി നമ്മുടെ ഉസ്താദുമാരും ശിഷ്യന്മാരും സഹോദരങ്ങളും സഹോദരികളും ഒരുപാട് ആളുകൾ പിരിഞ്ഞുപോയി. ഞമ്മൾക്ക് അല്ലാഹു തആല ഹയാത്ത് തന്നു. അല്ലാഹുവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾക്കിനിയും നിന്റെ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി ആയുസ് നീട്ടിത്തരണം റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും നീ പൊറുത്തു തരണം റഹ്മാനേ. നീ പൊറുത്തു തരണം റഹ്മാനേ. ഞങ്ങൾക്കെല്ലാവർക്കും ഇസ്സത്ത് നൽകണേ റഹ്മാനേ. നിങ്ങളെല്ലാവരുടെ കയ്യിൽ ഒരു കവറ് കൊടുത്തയക്കുന്നുണ്ട്. ആ കവറിൽ ഒരു കൂപ്പനും ഉണ്ടാകും. ആ കൂപ്പനിൽ നിങ്ങൾ പേരെഴുതി നിങ്ങൾ മാസത്തിൽ നമ്മൾക്ക് തരുന്ന മർക്കസിന് കൊടുക്കുന്ന ഒരു സംഖ്യ നിങ്ങൾ അതിൽ എഴുതിയിട്ട് തിരിച്ചു തരണം. ഇന്ന് തന്നെ ഇപ്പൊ പോകുന്നതിന് മുമ്പ് തിരിച്ചു തരണം. കാരണം നിങ്ങൾക്കറിയല്ലോ, 100, 50 ഇൻഷാല്ലാഹ് 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 ഐസിയുവിൽ കിടക്കുന്ന സഹോദരന്മാര്, വെന്റിലേറ്ററിൽ കിടക്കുന്ന സഹോദരന്മാര് പലരും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ അവസാനം ദ്വാരക്കാണ്, കൂടുതൽ പറയുന്നില്ല. നിങ്ങളെല്ലാവരും നമ്മളെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ദീനിനെ സഹായിക്കണം. നിങ്ങൾക്കറിയാം, ഞാൻ ചോദിക്കട്ടെ, 3.5 കോടി ഉറുപ്പിക അല്ലെങ്കിൽ 4 കോടി ഉറുപ്പിക ഒരു മാസത്തിൽ ചെലവ് വരുന്ന ഒരു സ്ഥാപനം, 1800-ലധികം ജോലിക്കാരുള്ളൊരു സ്ഥാപനം, ഇത് വളർത്താൻ